പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ മുഖദാവിലെ കർത്താവിൻ്റെ നാമത്തിൽ ആശംസകൾ നേരുന്നു. സന്തോഷകരമായൊരു ദിവസം കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. ബുധനാഴ്ചയ്ക്ക് ഉള്ള ഒരു പ്രത്യേകത നമ്മൾ ഔസേപ്പിതാവിനെ ഓർക്കുന്ന ദിവസങ്ങളാണ്. ഇപ്പം നമുക്ക് ഔസേപ്പിതാവിൻ്റെ ഒരു വചനമാണ് ഇപ്പോൾ വായിക്കാൻ നല്ലതെന്ന് തോന്നണം. ഔസേപ്പിതാവ് ഇവിടുത്തെ പൊന്നല്ലേ, പൊന്നും മീറാക്കി കൊടുത്തായിരുന്നല്ലോ. പുള്ളിക്കാരൻ അതൊരു ഫൈനാൻസ് മിസ്മാനേജ്മെൻറ്റും ചെയ്തില്ല. നമുക്ക് ഭാഗം വായിക്കാം ആ സമയത്ത്. ഇപ്പോഴല്ല, ഇപ്പോൾ നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് വരാം. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മയെ പരിശുദ്ധ അമ്മേ, അമ്മയെ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗോർത്ത് പ്രാർത്ഥിക്കണേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് അനുഗ്രഹത്തിൻ്റെ സമർപ്പണ പ്രാർത്ഥിച്ചല്ല, ശിരസ് നമിച്ച് കൈകൾ കുപ്പി ആദരവോടെ ഭക്തിയോടെ നിൽക്കണേ. കർത്തൃസന്നിധിയിലാണ് നിൽക്കുന്നത്. നമുക്കുണ്ടാകുന്നൊരു ഗുണം, കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയാണ് നമുക്ക് വേണ്ടി ഇപ്പോൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അമ്മയെ പരിശുദ്ധമേ, ദേവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളാക്കി അങ്ങ് മക്കളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ഇല്ലായ്മയിൽ ഈശോയെ ഒരു ഭാഗഭാക്കാക്കിക്കൊണ്ട് ദൈവതിരസ്സന്നിധി അതിനൊരു പരിഹാരം തേടുന്ന അമ്മയുടെ സ്വർഗീയമായ ദൗത്യം ഏറ്റെടുത്ത് നടത്തുന്ന ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച 10,000-കണക്കിന് മനുഷ്യരുടെ നിയോഗങ്ങളെ നെറ്റക്കാൻ്റെ റിക്വസ്റ്റ് ഇട്ടവർ, ഓൺലൈൻ ഉടമ്പടി ചെയ്തവർ, തീർത്ഥാടന ഉടമ്പടി ചെയ്തവർ, കൃപാസനത്തെ സന്ദർശിച്ച് പ്രാർത്ഥിച്ചവർ, അമ്മയുടെ സന്നിധാനം കണ്ടു പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
കർത്താവെ, കുടുംബത്തോളം രാജ്യത്ത് പട്ടിണി ഇല്ലെങ്കിലും പട്ടിണിയുള്ളവർ ഇപ്പോഴും ഉണ്ട് ഈശോയെ. അവർ സാമ്പത്തികമായ കടങ്ങൾ വന്നു പോയവരുണ്ട്, ബിസിനസ്സിൽ തകർന്നു പോയവരുണ്ട്, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ സാമ്പത്തികമായ തകർച്ച വന്നു പോയവരുണ്ട് ഈശോയെ. അവരുടെ മക്കൾ അനുഭവിക്കുന്ന ത്യാഗങ്ങളെ ഈ സമയത്ത്, സങ്കടങ്ങളെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്ക് അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈശോ. അവരെ നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചെറിയ ചെറിയ ജോലി ചെയ്തുകൊണ്ട് ഓരോ സ്ഥാപനം നിൽക്കുന്നവരുണ്ട് ഈശോയെ. അവർക്ക് ആ ജോലിക്ക് പുരോഗമനവും ഇല്ല, ആ ജോലി ഇട്ടിട്ട് പോരാനും പറ്റത്തില്ല. അങ്ങനെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അവർക്ക് അവരുടെ സ്വസ്ഥവും സമാധാനവും സുരക്ഷിതമായി അവർക്കൊരു വരുമാന മാർഗം, ന്യായമായൊരു വരുമാന മാർഗം കിട്ടാവുന്ന സ്ഥലങ്ങളിലേക്ക് കർത്താവേ അവർ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവേ, 36 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം നടക്കാത്ത മക്കൾ ഒത്തിരി പേരുണ്ട് ഈശോയെ. ജീവിത പങ്കാളി കിട്ടാത്ത പുരുഷന്മാരുണ്ട്, സ്ത്രീകളെയൊക്കെ കൊണ്ട് പുരുഷന്മാരുണ്ട്. അതിൻ്റെ പേരിൽ ഭവനങ്ങളിലൊക്കെ വല്ലാത്ത അസ്വസ്ഥങ്ങളും സ്ഫോടനാത്മകമായ അന്തരീക്ഷമുണ്ട് ഈശോയെ. കർത്താവേ, മുതിർന്നതിനെ പഠിപ്പിച്ചവരെ ഗതി പിടിക്കാതിരിക്കുകയും ചെയ്ത കാരണം കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പഠിക്കാൻ പറ്റാതെ വരികയും അവർ താന്തോന്നികളായിട്ട് ജീവിക്കേണ്ടി വരികയും ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ളവരുണ്ട് ഈശോയെ. അങ്ങനെ എത്തരത്തിൽ കുടുംബങ്ങളാണ് ഈശോയെ. സങ്കടങ്ങൾ തങ്ങളോട് എന്തെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ആരോ അറിയിക്കാതെ കടിച്ചമർത്തി ഈ വിഷം ഇറക്കാനും പറ്റത്തില്ല, തുപ്പാനും പറ്റാത്ത രീതിയിൽ പരിഭ്രാന്തരെ നടക്കുന്നവരുണ്ട് ഈശോയെ. ഈശോ, അവരെല്ലാം നീ ഞങ്ങൾ ഓർക്കുന്ന കർത്താവ്. കൃപാസനം ആൾത്താർ ജനകൂടി ജലരക്ഷകളെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെ പ്രാർത്ഥനയോട് കൂടി തന്നെ കർത്താവ് ഞങ്ങളതെല്ലാം സമർപ്പിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, വിദ്യാർത്ഥികളുടെ, ഉദ്യോഗസ്ഥന്മാരുടെ, ജോലി അന്വേഷിക്കുന്നവരുടെ, ജോലി നഷ്ടപ്പെട്ടവരുടെ, വീടില്ലാത്തവരുടെ, വഴിയില്ലാത്തവരുടെ, സ്ഥലമില്ലാത്തവരുടെ, ഇഴജന്തുക്കളുടെ, ശുദ്ധജീവികളുടെ ആക്രമണങ്ങളുള്ളവർ, വന്യമൃഗങ്ങളുടെ ആക്രമണമുള്ളവർ, കർത്താവ് എന്തെല്ലാം തരത്തിലുള്ള പീഡകളാണ് അവരുടെ മക്കൾ അനുഭവിക്കുന്ന ഈശോയും മറ്റ് അയൽവാസികളുടെ ദുരിതങ്ങൾ, മറ്റു തരത്തിലുള്ള മുഷ്കുള്ളവരുടെയും തണ്ട് രോഗികളുടെയും ചട്ടമ്പികളുടെയും തോന്നിയവാസങ്ങൾ, ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ, കർത്താവ് ചതിയന്മാരുടെ പരിക്കുകളെല്ലാം അനുഭവിച്ച കുടുംബങ്ങൾ എല്ലാവരെയും കർത്താവെ ഈ ഒറ്റ പ്രാർത്ഥന കൂടെ നീ വിടുവിച്ച് നിലനിർത്തി അവരെ ആശ്വസിപ്പിച്ച് നീ അവിടെ കൂടെ നിന്നുകൊണ്ട് അവർ സന്ധിക്കണ പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനെ നീക്കും. ആമേൻ. നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന വചനങ്ങൾ അച്ഛൻ നേരത്തെ പറഞ്ഞാൽ ഔഷധപിതാവിൻ്റെ ദിവസമാണ്. എനിക്ക് ഔഷധപിതാവ് കേൾക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിനെ എന്നെ സ്വാധീനിച്ചത്, എൻ്റെ മനസ്സിന് പരിശുദ്ധാത്മാവ് തന്നതാണ്. ഞാൻ ഇവിടുന്ന് വായിച്ചതോ പഠിച്ചതല്ല. ഈ അവർ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും വെള്ളിയും കൊടുത്തെന്ന് പറയുന്നത്, പൊന്നും മീറയും കൊടുത്തില്ലേ, ആ 2 മത്തായി പോയാലും നമുക്കത് വായിച്ച് കേൾക്കാൻ. അത് പറയാം. അവർ ഭവനത്തിൽ പ്രവേശിച്ച് അതായത് ജ്യോതിഷികളാണ്. ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഇത്രയും സംഭവം ക്ലിയർ അല്ലേ? ഇവിടെ ഔഷധപിതാവ് ഇല്ലല്ല. അതുകൊണ്ട് തന്നെ ഔഷധപിതാവ് ഇവിടെ ചർച്ചയാകണത്. അറിയാം, അവർ ജ്യോതിഷികള് തിരുപ്പിറവി സംഭവിച്ച, ഞാൻ ആ ഗുഹയിൽ പോയിട്ടുള്ളതാണ് ബെത്ലഹേമിലെ. അവിടെ ഒരു മല അടിവാരം ഇങ്ങനെ തുരന്നിങ്ങനെ പ്രാചീനമായിട്ട് കറുത്ത നിറത്തിലിരിക്കുന്ന പാറയൊക്കെ, നല്ല പച്ചപ്പുൽ പിടിച്ച ബെത്ലഹേം മലയോരങ്ങളും താഴ്വരകളും അതിമനോഹരമാണ്, കാണാൻ ഭംഗിയാണ്. അപ്പം അവിടെ ചെല്ലുമ്പോൾ ഔഷധപിതാവ് ഇല്ല എങ്കിലും എന്താ സംഭവിക്കണത്? ഈ അമ്മയ്ക്കും ഉണ്ണീശയ്ക്കും വേണ്ട ആഹാരം ക്രമീകരിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ മനുഷ്യൻ അവിടെ ഇല്ല. ഇത് തന്നെ തോമാസിലേക്കും പറ്റിയത്. കർത്താവ് വരുമ്പോൾ തോമാശ്രീ ഉണ്ടാകത്തില്ല, പക്ഷെ വഴക്ക് കേൾക്കും തോമാശ്രീ. ഔഷധപിതാവ് വഴക്ക് കേട്ടില്ല. തോമാശ്രീ ആ സമയത്ത് ഇവർക്ക് വേണ്ടിയുള്ള ആഹാരങ്ങൾ ചെയ്യാൻ വേണ്ടി, അന്ന് പേടിയുടെ കാലമല്ലേ, പുറത്ത് ആഹാരം സമ്പാദിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. കർത്താവിനതൊക്കെ അറിയാമായിരുന്നു. അപ്പം എന്ത് നമ്മൾ ഈ എല്ലാ വിഷയങ്ങളും ഞാൻ ഇത് പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത് അറിയാമോ? ഈ പൊന്ന് കൊടുത്തില്ലേ, പൊന്നെന്തിനാ ദൈവം അങ്ങനെ കൊടുത്തത്? നമുക്കൊക്കെ ദൈവം തരുന്നുണ്ട്, പൊന്ന് മീറ തരുന്നുണ്ട്, അതിവിടെ പൊന്ന് തരുന്നുണ്ട്, മറന്നു പോകരുത്. തരണ മീറ മാത്രമേ നമ്മൾ ഓർത്തിരിക്കത്തുള്ളൂ. കയ്പായ അനുഭവങ്ങളെല്ലാം ഓർത്തിരിക്കത്തുള്ളൂ.
അതുപോലെ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ, നമുക്ക് അഭിവൃദ്ധിയുടെ അനുഗ്രഹങ്ങൾ, സന്ധിപ്പിൻ്റെ അനുഗ്രഹങ്ങൾ എന്തെല്ലാം തരും. പക്ഷേ എന്നാ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, ഔസേപ്പിതാവ്, ഞാൻ ഇടയ്ക്ക് ഓർക്കുകയും, ഔസേപ്പിതാവിന് ഈ അമ്മയും കുഞ്ഞിനെയും കൊല്ലാൻ പോകല്ലേ. അതിനുവേണ്ടി ഹെറോദസിലെ പടയാളികൾ പറന്നു വെട്ടി കുഞ്ഞുങ്ങളെ കരുതി കിടമ്പോൾ ഒരു കുതിര വണ്ടി സംഘടിപ്പിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഔസേപ്പിതാവ് ഈജിപ്തിലോട്ട് പറന്നു പോകേണ്ടതാണ്. പക്ഷെ എങ്ങനെ പോയെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ കാണുന്ന പടങ്ങളിലൊക്കെ കഴുതയാണ് ഉള്ളത്. അപ്പൊ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, വേണമെങ്കിൽ ഇപ്പം നമുക്കിപ്പം വേണമെങ്കിൽ ഈ പൊന്ന് പണയം വെച്ച വിറ്റു ആർഭാടമായിട്ട് ആഘോഷമായിട്ട് പുള്ളിക്ക് പോകാം. അങ്ങനെ പോണ ആളല്ല അത്. അതാണ് പ്രശ്നം. പൊന്ന് ദൈവം തരുമ്പോൾ അത് ഉപയോഗിക്കണം. നമുക്ക് സമ്പത്ത് ദൈവം തരും, പക്ഷെ നമ്മളത് ഉപയോഗിക്കണം. അത് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, കൊഴുത്ത പശുവിൻ്റെ കഥ അറിയത്തില്ലേ? ബൈബിളിൽ കൊഴുത്ത പശുവിനെ കാണിക്കുന്നുണ്ടല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൽ, ഫറവോൻ്റെ സ്വപ്നത്തിൽ. അത് വ്യാഖ്യാനിച്ചപ്പോഴേ എന്താണ് ജോസഫ് പറഞ്ഞത്? കൊഴുത്ത പശുവിൻ്റെ കൂടെ പിന്നെ ഫറവോ കണ്ടത് മെലിച്ച പശുക്കളാണ്. അപ്പോൾ ഒരു 10 പൈസ ഒരു നല്ല അഭിവൃദ്ധിയുടെ കാലം ഉണ്ടായ ഒരു പട്ടിണിക്കാലം ഉണ്ടാകും, ഉറപ്പാണ്. ഒരു ആരോഗ്യകാലം ഉണ്ടായ ഒരു ക്ഷീണിത കാലം ഉണ്ടാകും. ഒരു സന്തോഷത്തിൻ്റെ കാലം ഉണ്ടായ ഒരു ദുഃഖത്തിൻ്റെ കാലം ഉണ്ടാകും. ഇങ്ങനെയാണ് ഈ ലോകം ക്രമീകരിച്ചിരിക്കുന്നത്. ഔസേപ്പിതാവിന് പണിയില്ലാത്ത കാലമാണ്. ഈജിപ്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പണി, ഞാൻ ഈജിപ്തിലെ കസേരയൊക്കെ കണ്ടിട്ടുണ്ട്. ഔസേപ്പിതാവിൻ്റെ കാലത്തുള്ള കസേരയൊക്കെ ഞാൻ ഈജിപ്തിലെ മമ്മിയുടെ മ്യൂസിയത്തിൽ പോയിട്ടുണ്ട്. ഈ പിരമിഡിൻ്റെ ഉള്ളിലുള്ള മ്യൂസിയമില്ലേ, തൂത്താൻഖാമിൻ്റെയൊക്കെ മ്യൂസിയം. അപ്പോൾ അവരൊന്ന് ഉപയോഗിച്ച കസേരയൊക്കെ കാണാം. അപ്പോൾ നല്ല പൊക്കമാണ് അതിനൊക്കെ. പക്ഷെ അതേസമയം തന്നെ ഇസ്രയേലിലെ മ്യൂസിയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കസേരകളെല്ലാം ഷോർട്ടാണ്. അതിൻ്റെ കണക്ക് തോതെല്ലാം വ്യത്യാസമുണ്ട്. തോതേ ഔസേപ്പിതാവിന് ഇവിടുത്തെ മരപ്പണിയൊക്കെ അറിയാൻ പാടുള്ളൂ. ഇസ്രയേലിൽ അവിടെ ചെല്ലുമ്പോൾ അത് ആ പണി പഠിക്കണം രണ്ടാമത്. അപ്പോൾ കുറേ നാൾ പണിയില്ലാതെ നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് കർത്താവ് പൊന്ന് കൊടുക്കണത്. അപ്പോൾ ദൈവം നിനക്ക് ഒരു മെല്ലിച്ച പശുവിനെ നമ്മളെ വരുമാനം ഇല്ലാത്തൊരു കാലം കാണുമ്പോഴാണ്, മുമ്പിൽ ഉണ്ടാകുമ്പോഴാണ് വരുമാനം കിട്ടണമെന്ന് ഓർത്തേക്കണം. അല്ല വരുമാനം കിട്ടുമ്പോൾ തന്നെ അടിച്ചു പൊളിച്ചേക്കാം, വല്ല കാറ് മേടിച്ചേക്കാം. അതുപോലെ തന്നെ വീടൊക്കെ പുതുക്കി പണിഞ്ഞ് 2 മുറി എടുത്തേക്കാം, വല്ല ഗസ്റ്റ് വരെ, 6 ഗസ്റ്റ് വരെ. അപ്പോൾ വന്നാലും വന്നില്ലെങ്കിലും നമ്മുടെ ഉദ്ദേശം ഗസ്റ്റ് എന്നാണ് പറയണമെന്നുണ്ടെങ്കിലും നാട്ടുകാർ, അയൽവാസികൾ വേറെ വീട് ഭംഗിയാക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ കുറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഡെഡ് മണി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഇന്ന് മുറി എടുത്തിരിക്കണത്. കിട്ടിയ കാശൊക്കെ അങ്ങനെ കാന്തിരി പോകും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ കടം മേടിക്കും. അപ്പോൾ ജീവിത ആർഭാടങ്ങൾ ഭയങ്കരമാണല്ലോ. ഈ ആർഭാടമെല്ലാം പണ്ട് 50 പേരുടെ കല്യാണമാണ് ഇപ്പോൾ 500 പേര് 1000 പേരൊക്കെ ആയിട്ട് വെച്ച് നടത്തുന്നതേ. നാടോടുമ്പോൾ നടുവ് ഓടുകയാണ്, പക്ഷെ നടുവൊടിഞ്ഞ് കിടക്കുകയാണ്. ഔസേപ്പിതാവിന് അങ്ങനെ ഒന്നുമില്ല. ആ പൊന്ന് സൂക്ഷിച്ചു വെച്ചാൽ പാവപ്പെട്ടവൻ 2 കൊല്ലം കൊണ്ട് അവിടുത്തെ ഈജിപ്തിലെ പണി പഠിക്കണ വരെ ആ പൊന്ന് പണയം വെച്ചായിരിക്കും ജീവിച്ചിട്ടുള്ളത്. പക്ഷെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റില്ല. ദൈവം എന്താ, ഒരു മോശം കാലം വരാൻ പോകണമെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനുള്ള ആസ്തി കൊടുത്തിട്ടുണ്ട്. ബുദ്ധിപരമായിട്ട് നമ്മൾ ഉപയോഗിച്ചില്ല. അതുകൊണ്ടാണ് പല ആൾക്കാർക്ക് കടങ്ങളും പലതരത്തിലുള്ള വിഷമതകളും സാമ്പത്തിക വിഷമം ചെന്നിരിക്കുന്നത്. എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല, അങ്ങനെയുള്ളൊരു ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പരുവം വരുമ്പോൾ സമ്പത്ത് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ഈ ബുധനാഴ്ച, ബുധനാഴ്ച ദിവസം ദൈവം വെളുത്ത പശുക്കൾ തരുമ്പോൾ മെല്ലിച്ച പശുക്കൾ പുറകെ വരുന്നുണ്ടെന്ന് ഓർമ്മ വേണം. പ്രൈസ്.